Hello. Today we are going to the Rudyard Kipling poem, If. On page number 31, you see a brief biographical note of Rudyard Kipling. Go through that biographical note. This name is familiar to us because he is the person who has written the Jungle Book. He has some other novels to his credit, like Kim, which have an Indian background. Now, Joseph Rudyard Kipling, 1865 to 1936, an English short story writer, poet, and novelist, is chiefly remembered for his tales and poems of the British soldiers in India and his tales for children. Kipling's If, perhaps his most famous poem, attracted immediate nationwide attention and it soon became a popular anthem. This is the intro that is given to this poem, If. It's a famous poem. And as I have told you earlier, Kipling is well known to us because he is the author of the famous children's classic, The Jungle Book, the story of Mowgli. And we have more connection with this particular poet because he was in India during the British Raj. He was in India for some time and he was brought up here. So he had first-hand experience of Indian rural life, which he wonderfully portrayed in his books. Without further intro, we can directly go to the poem If. But before we go to the poem, we need to take into consideration that we are going to study a poem and the studying of a poem needs to be different from the studying of a prose passage. ഒരു കവിത പഠിക്കുന്നത് ഒരു ഗദ്യ പാഠഭാഗം പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. The word that you use for a poem is verse, V-E-R-S-E, verse. But verse means padyam, not kavita. Kavita is poetry. So what is the difference between verse and poetry? Is that verse is what is written in a metrical format. വൃത്തത്തിൽ എഴുതിയത് എന്തും പദ്യമാവാം. പക്ഷെ പദ്യമായി എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം കവിതയായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കവിത എന്ന് വിളിക്കുന്നത്, പോയട്രി എന്ന് നാം പൊതുവെ പറയുന്ന ഈ കവിത, അതിൻ്റെ ചിന്താപരമായ അർത്ഥപരമായ ഗഹനത കൊണ്ടാണ്, ആഴം കൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്. അപ്പോൾ പദ്യത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം കവിതയാകുന്നില്ല. കവിതയുടെ തലം കുറെ കൂടി ഉയർന്ന ഒരു തലമാണ്. സൗന്ദര്യാത്മകമായി, കലാത്മകമായി കുറെ കൂടി ഉയർന്ന ഒരു തലത്തിലാണ് കവിത നിലനിൽക്കുന്നത്. എന്നാൽ പദ്യം എന്ന് പറയുന്നത് കവിതയുടെ രൂപത്തിലാണെങ്കിൽ പോലും, ഗദ്യത്തിൻ്റെ രൂപത്തിലല്ല, പദ്യത്തിൻ്റെ രൂപം, അതിന് വൃത്തത്തിൻ്റെ ഒരു രൂപമുണ്ട്. അപ്പോൾ കവിതയുടെ രൂപത്തിലാണെങ്കിൽ പോലും പദ്യം എന്നുള്ളതിൽ ക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ. അതിലെ കരകൗശലം മാത്രമേ പ്രത്യേകത ഉള്ളതായിട്ടുള്ളൂ. എന്നാൽ കവിതയിൽ അതല്ല. കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് പോയട്രി ഈസ് വാട്ട് വി കോൾ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ സർഗാത്മകത, ഭാവന എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല കവിതയുണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് കവിതയെ വേർതിരിച്ച് നിർത്തുന്ന ഒരു ഘടകം. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് എന്നുള്ള ഒരു കവിത പഠിക്കുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ ഒരു കവിതയാണോ അതോ ഒരു പദ്യം മാത്രമാണോ എന്നുള്ള ഒരു വിമർശനപരമായ ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് കവിത എന്നുള്ളത്, എങ്ങനെയാണ് കവിത കേവലം പദ്യത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ പദ്യം എന്ന് പറയുന്നത് വൃത്തത്തിൽ എഴുതിയിട്ടുള്ള, മെട്രിക്കലായിട്ടുള്ള, അതുപോലെ അലങ്കാരങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു രചനാ രീതിയെ നമുക്ക് പദ്യം എന്ന് വിളിക്കാം. എന്നാൽ കവിത എന്ന് പറയുന്നത് അതിന് വൃത്തമുണ്ടായിരിക്കുമ്പോഴും മറ്റ് അലങ്കാരങ്ങളും എല്ലാം ഉപയോഗിക്കുമ്പോഴും ഈ വൃത്തത്തിനും അലങ്കാരത്തിനും അതിൻ്റെ ക്രാഫ്റ്റിനും അതിൻ്റെ കരകൗശലത്തിനും മുകളിലായി ഭാവനയുടെ, ഒറിജിനാലിറ്റിയുടെ, സർഗാത്മകതയുടെ,
തനിമയുടെ ഒരു തലമുള്ള ഒരു കാര്യമാണ്. കവിത എപ്പോഴും ഒരു ദർശനത്തെ മുന്നോട്ട് വയ്ക്കുന്നു. കവിത കേവലം ഒരു വിശദീകരണമല്ല, കേവലം ഒരു ഡിസ്ക്രിപ്ഷനല്ല, ഒരു അവതരണമല്ല കവിത എന്ന് പറയുന്നത്. അപ്പോൾ കവിതയുടെ രൂപവും ഭാവവും തമ്മിൽ ഒരു ചേർച്ചയുണ്ട്. ഈ രൂപവും ഭാവവും, അതായത് കവിതയുടെ ഫോമും കവിതയുടെ കോണ്ടൻറ്റും തമ്മിൽ ഒരു ചേർച്ചയുണ്ട്. ഈ ചേർച്ചയിൽ നിന്നാണ് കവിതയ്ക്ക് സവിശേഷമായ ഒരു അർത്ഥം ലഭിക്കുന്നത്. ഈ അർത്ഥത്തിൻ്റെ പ്രത്യേകത ഏറ്റവും സുന്ദരമായ രൂപത്തിൽ, ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രൂപത്തിൽ ഈ അർത്ഥത്തെ പ്രകടിപ്പിക്കുന്നു. നമുക്ക് പറയാം, ഇറ്റ്സ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ ഓഫ് എ ജെന്യുവിൻ മീനിങ്, എ ജെന്യുവിൻ ഇൻസൈറ്റ് എന്ന് പറയാം. വളരെ തനിമയുള്ള, ഒറിജിനാലിറ്റിയുള്ള ഒരു ഉൾക്കാഴ്ചയുടെ ഏറ്റവും സൗന്ദര്യപൂർണമായ ഒരു അവതരണമാണ് കവിത എന്ന് പറയുന്നത്. അതാണ് കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് കവിതയെ വ്യതിരിക്തമാക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത് എന്ന് ചിന്തിക്കാം. ഒന്ന്, കവിതയുടെ ഭാഷ തന്നെയാണ്. ദ ലാംഗ്വേജ് ഓഫ് പോയട്രി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ലാംഗ്വേജ് ഓഫ് പ്രോസ്. ഗദ്യത്തിൻ്റെ ഭാഷയിൽ നിന്നും വ്യത്യസ്തമാണ് കവിതയുടെ ഭാഷ എന്ന് പറയുന്നത്. ഈ ഭാഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ആന്തരാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, കൂടുതൽ ഗഹനമായ അർത്ഥങ്ങൾ, ആന്തരാർത്ഥങ്ങൾ, ഇന്നർ മീനിങ്സ് ഉൾക്കൊള്ളുന്ന ഒരു ഭാഷ കവിത ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. Okay, in prose we have a direct use of language, and you can say that poetry is making use of an indirect kind of language. And this is what is making it necessary for the poet to use tools like, simile, metaphor and other figures of speech. എന്തുകൊണ്ട് ഒരു കവി അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നു, കാവ്യ അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നു? ഉപമ, രൂപകം, ഉൽപ്രേക്ഷ, അല്ലെങ്കിൽ അതിഭാവുകത്വം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. താളം, പ്രാസം, ഇത്തരത്തിലുള്ള ആദ്യാക്ഷരപ്രാസം, അന്ത്യക്ഷരപ്രാസം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ് കവിതയിലുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കവി ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഭാഷാപരമായ സവിശേഷമായ സൗന്ദര്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഭാഷാപരമായ സൗന്ദര്യം നിലനിർത്തുന്നത് ഭാഷയുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, കവിതയുടെ അർത്ഥത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയാണ്. ഒരു സവിശേഷമായ അർത്ഥത്തെ ഒരു സവിശേഷമായ ഭാഷാ പ്രയോഗത്തിലൂടെ മാത്രമേ അവതരിപ്പിക്കുവാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് അലങ്കാരങ്ങളെ ഉപയോഗിക്കേണ്ടി വരുന്നത്. So it's almost necessary for a poet to make use of figures of speech. Okay, with this we go to this particular poem. And one more thing before we go, you have intricate verbal images in a poem which prose doesn't have. എന്ന് പറയുകയാണെങ്കിൽ വളരെ സങ്കീർണമായ വാങ്മയ ചിത്രങ്ങൾ, അവയെ ഇമേജസ് അല്ലെങ്കിൽ ഇമേജറി എന്ന് വിളിക്കുന്നു. ഈ ബിംബങ്ങൾ ഉപയോഗിക്കുന്നതും കവിതയുടെ ഒരു പ്രത്യേകതയാണ്. ഗദ്യത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത. അപ്പോൾ ഭാഷ ഒരു പ്രത്യേകതയാണ്, സവിശേഷമായ ഒരു ഭാഷ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ബിംബങ്ങളുടെ ഉപയോഗം, വാങ്മയ ചിത്രങ്ങളുടെ ഉപയോഗം മറ്റൊരു പ്രത്യേകതയാണ്. വീണ്ടും മറ്റൊരു പ്രത്യേകത സംഗീതാത്മകത. ഓക്കെ, അതിൻ്റെ താളാത്മകത, റൈമിംഗ് എന്ന് പറയുന്നത് കാവ്യഭാഷയുടെ ഒരു പ്രത്യേകതയാണ്, കവിതയുടെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന് ഫിലോസഫിക്കൽ ബേസിസ്. ഇറ്റ്സ് തീം ഈസ് basically philosophical, and it has a kind of intricacy, it has a kind of complexity which is making it different from something that is written in prose. ഗദ്യത്തിന് ഇതേ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ കഴിവുണ്ടെങ്കിൽ പോലും ഗദ്യത്തിന് കഴിയാത്ത ഒരു രൂപത്തിൽ, വളരെ തനതായ വ്യതിരിക്തമായൊരു രൂപത്തിൽ ഒരു അർത്ഥത്തിൻ്റെ സവിശേഷമായ ഒരു പ്രകാശനം കവിതയിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പദ്യവും ഗദ്യവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇതുള്ളത് കൊണ്ട് തന്നെ ഗദ്യം വായിച്ച് മനസ്സിലാക്കുന്നതിൽ കൂടുതൽ സമയവും ക്ഷമയും ആവശ്യപ്പെടുന്ന ഒന്നാണ് പദ്യത്തിൻ്റെ, കവിതയുടെ വായന എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരമായ കവിതാ വായനയിലൂടെയാണ് കവിത വായിക്കുവാനുള്ള ഒരു പരിശീലനം നാം നേടുന്നത്. ഈ പരിശീലനത്തിലൂടെയാണ് ഒരു കവിത ആസ്വദിക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ടാകുന്നത്. We need to be qualifying ourselves to be good readers of poetry, and it doesn't come by itself. It requires a lot of reading practice.
ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കവിത നിശബ്ദമായി വായിക്കുവാനുള്ള ഒരു കാര്യമല്ല, കവിത ഉറക്കെ വായിക്കുവാനുള്ള ഒരു കാര്യമാണ് എന്ന്. ഉറക്കെ വായിക്കുമ്പോഴാണ് അതിൻ്റെ താളത്തെക്കുറിച്ചും അതിൻ്റെ സംഗീതാത്മകതയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുന്നത്. അതിലെ വാക്കുകളുടെ സന്നിവേശത്തെക്കുറിച്ച്, അതിലെ വാക്കുകളുടെ സൗന്ദര്യത്തെയും അവയുടെ പ്രകടനത്തിലുള്ള സവിശേഷതകളെയും കുറിച്ചൊക്കെ നമുക്ക് ബോധ്യം വരുന്നത് ഇത് ഉറക്കെ വായിക്കുമ്പോഴാണ്. അപ്പോൾ when we read a poem, when we study a poem, it is mandatory that we read the stuff aloud. Okay, with that we go to this particular poem. I am not giving any intro to the particular poem before we begin this. We are just going to read this poem first and see what is being said in this poem. If the title itself is a condition. Okay, and if is used in all conditional clauses in English, and we say they are the if clauses. We call such conditional clauses if clauses. But if എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ് അർത്ഥം. അപ്പോൾ it's a condition. If a number of conditions are realized, if we can adhere to a number of conditions that are being listed here, there definitely is a positive outcome coming out of it. And what exactly is a positive outcome that is coming out of these series of conditions is being discussed here. So if is a condition. Okay, ഒരു നിബന്ധന അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണ് if എന്ന് പറയുന്നത്. ഏത് നിബന്ധനയെക്കുറിച്ചാണ്, ഏത് കണ്ടീഷനെക്കുറിച്ചാണ് കവി പറയുന്നത് എന്നാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, എന്തിൻ്റെ കണ്ടീഷനാണ്, എന്തൊരു കാര്യത്തിൻ്റെ കണ്ടീഷനാണ് കവി മുന്നോട്ട് വയ്ക്കുന്നത്? ഇത് നമുക്ക് കവിത വായിക്കുന്നതിന് മുമ്പ് നമുക്കിത് അറിയുകയില്ല. വി ആർ ഗോയിങ് ടു സീ ദാറ്റ്. ഓക്കെ, സോ ഐ റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് when all about you are losing theirs and blaming it on you, if you can trust yourself when all men doubt you but make allowance for their doubting too, if you can wait and not be tired by waiting, or being lied about, don't deal in lies, or being hated, don't give way to hating, and yet don't look too good nor talk too wise. Definitely this is a series of advices. ഉപദേശങ്ങളുടെ ഒരു സീരീസാണ്. ഓക്കെ, ഈ ഉപദേശങ്ങളുടെ ഒരു നിര വരുമ്പോൾ തന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഈ ഉപദേശങ്ങൾ എന്നുള്ളത് ഇവിടെ കവി പറയുന്നില്ല. സോ യു ക്യാൻ സേ ദാറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോം ഈസ് വെരി ഡ്രമാറ്റിക്. വളരെ നാടകീയമായിട്ടുള്ള ഒരു തുടക്കമാണ്. Okay, we are given a list of conditions, a series of conditions, but why these conditions are put forward is not explained in these stanzas. You don't see an explanation of those conditions in the first or second or third stanza, and you get an answer to this, why the poet is putting forward all these conditions only in the last line. So you have to wait till the end of the poem to see why these conditions are put forward. എന്തിനാണ് കവി ഇത്തരത്തിലുള്ള നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നറിയാൻ കവിതയുടെ അവസാനത്തെ സ്റ്റാൻസ വരെ, അവസാനത്തെ ഖണ്ഡം വരെ നാം തുടർന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, സോ ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദെയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു is a line which is complex in itself, because when you say if you can keep your head when all about you are losing theirs and blaming it on you, and very obviously he is not speaking of the literal head. അക്ഷരാർത്ഥത്തിൽ ശിരസിനെ കുറിച്ച്, തലയെക്കുറിച്ച് അല്ല അവിടെ പറയുന്നത്. അവിടെ ഹെഡ് സ്റ്റാൻഡ്സ് ഫോർ പേഴ്സണാലിറ്റി, ഹെഡ് സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിവിജ്വാലിറ്റി. സോ ദ ഫസ്റ്റ് ലൈൻ probably could be paraphrased into this: if you can keep your personality, if you can keep your individuality, when all people around you are losing their personalities and individualities, if you can hold on to your personality, if you can remain uncompromising on your personality, if, right? The next one, if you can trust yourself when all men doubt you but make allowance for their doubting too,
when all around you are suspicious of you, doubtful of you. നിങ്ങളെക്കുറിച്ച് സംശയിക്കുന്നവരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത് എന്നിരിക്കലും. Right? But make allowance for their doubting too. സ്വയം സംശയിക്കാതിരിക്കുകയും, if you can keep trust yourself, സ്വയം വിശ്വസിക്കാൻ കഴിയുകയും, അതേസമയം it is equally important to take into consideration other people's opinion of you, but make allowance for their, make reservation, make consideration of why the people are doubting you. Okay, the second condition. And third, if you can wait and not be tired by waiting, another condition, a third condition, if you can wait and you should not be tired by waiting, എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുവാൻ സന്നദ്ധനാണെങ്കിൽ, or being lied about, don't deal in lies when everybody around you is spreading lies about you, gossips about you, rumors about you, and your image is tarnished and your personality is tarnished. Okay, and there is a lot of mudslinging that is going on. നിങ്ങൾക്കെതിരെ പലരും ചടിവാരി എറിയുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു സമഗ്രത എന്ന് പറയുന്നത് മുറുകെ പിടിക്കുവാൻ കഴിയുകയാണെങ്കിൽ, or being hated, don't give way to hating, and even when everyone else around you is hating you, but you don't give back in the same coin, you don't respond to them back in the same coin. നിങ്ങൾ വെറുക്കപ്പെടുമ്പോഴും മറ്റുള്ളവരെ വെറുക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, and yet don't look too good nor talk too wise. ഇതൊക്കെ ഉള്ള സമയത്ത് തന്നെ you should not be looking too good and you should not be talking too wise. And too good means എല്ലാവരിലും നന്മ നിറഞ്ഞവനായി കാണപ്പെടുവാൻ ശ്രമിക്കാതിരിക്കുക, എല്ലാവരിലും നന്മ നിറഞ്ഞവനായി സംസാരിക്കുവാൻ ശ്രമിക്കാതിരിക്കുക. ഈ രണ്ട് ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, okay, this is a series of 4 or 5 conditions that the poet has listed in the first stanza. We go to the next stanza in the next class. Okay.